പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതായത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഹെഡ്ഷോട്ട് അടിക്കാം. ഇപ്പൊ ഒരുപാട് കൂട്ടർ പറയുന്ന ഒരു കാര്യമാണ് ബ്രോ, ഇപ്പൊ ഹെഡ്ഷോട്ട് കാര്യങ്ങളൊന്നും കേറുന്നില്ല, ഇപ്പൊ ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് ഒന്നും അടിക്കാനൊക്കെ ഭയങ്കര പാട് കാര്യങ്ങളൊക്കെ ആണെന്ന്. സോ അത് നമ്മൾ ഇന്ന് നോക്കാണ്ട് പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഹെഡ്ഷോട്ട് കയറും എന്നതിനെ കുറിച്ച്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. സോ നേരെ വീഡിയോയിലേക്ക് പോയിക്കുമ്പോൾ മുൻപ് നമ്മുടെ ചാനൽ അതിൽ കാണുന്ന കൂട്ടണം ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പോൾ ബെല്ലൈക്കൻ വേണ്ടി മറക്കരുത്. ടിപ്സ് പറഞ്ഞു തരുന്നതിന് മുൻപ് ഒരുപാട് കൂട്ടർ ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ എത്ര കളിച്ചിട്ട് ഹെഡ്ഷോട്ട് പണ്ടൊന്നും കേറുന്നില്ല, എത്ര കിടന്ന് നല്ല രീതിക്ക് ചെയ്തിട്ട് ഹെഡ്ഷോട്ടൊന്നും കേറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ റീസണുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് കടക്കാം. അപ്പൊ അതെന്നെ നമുക്ക് നോക്കി നോക്കാം. മെയിൻ ആയിട്ടുള്ള റീസൺ പറ്റുന്നില്ല, ഒരുപാട് പ്ലേയേഴ്സ് കളി കഴിഞ്ഞ് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം കളിക്കാൻ അറിയാം, അത് കളി പഠിച്ചിട്ടുണ്ട്. പണ്ടത്തിനൊക്കെ നല്ല പണ്ട് കുറച്ച് പേർക്ക് മാത്രമേ ഹെഡ്ഷോ അടിക്കാനൊക്കെ അറിയത്തുള്ളൂ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും ഹെഡ്ഷോ അടിക്കുന്നതാണ് കളിക്കുന്നത്. സോ അതുകൊണ്ട് ഇച്ചിരി ടഫാണ് ഇപ്പൊ കളിക്കാനായിട്ട്. അത് മെയിൻ റീസൺ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. സോ അത്യാവശ്യം പണ്ടൊക്കെ വെച്ചാൽ 1 GB റാമിലൊരു ഫ്രീ ഫയർ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ആയി ഓടുമായിരുന്നു, പക്ഷെ ഇപ്പൊ 4 GB വരെ ലാഗ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അത്യാവശ്യം റാമുള്ള നല്ല ഫോണിൽ മാത്രമേ നിങ്ങൾ എത്ര നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ പോലും നിങ്ങൾ വൃത്തിക്ക് കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് മെയിൻ റീസൺ. സോ ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ എത്രത്തോളം മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നു അത്രയ്ക്ക് നിങ്ങൾ കളി നിങ്ങൾ ബെറ്റർ ആകുന്നതായിരിക്കും. സോ ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് കാര്യങ്ങൾ നോക്കി നോക്കാം. സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി ആണ്. നിങ്ങളുടെ ഫോണിലും നിങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ ഒരു സെൻസിറ്റിവിറ്റി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. സോ നിങ്ങളുടെ കയ്യിലെ മൂവ്മെന്റ് സ്പീഡിന്റെ കാര്യങ്ങൾ അനുസരിച്ചാണ് സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. സെൻസിറ്റിവിറ്റിയും അതിനോടൊപ്പം DPI ആണ്. സോ DPI പറയാൻ സെൻസിറ്റിവിറ്റി പറഞ്ഞുതരാം. സോ റാം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ഫോണിൽ സ്മൂത്ത് കൂടുതലായിരിക്കും, അതനുസരിച്ച് മാത്രം നിങ്ങൾ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഫിംഗറിന്റെ മൂവ്മെന്റ് സ്പീഡ്, ചില കൂട്ടർക്ക് ഭയങ്കര മൂവ്മെന്റ് സ്പീഡ് ആയിരിക്കും. സോ അവർക്ക് അതിനനുസരിച്ച് സെൻസിറ്റീവ് മതി, പക്ഷെ അതേ സമയത്ത് മൂവ്മെന്റ് സ്പീഡ് ഇല്ലാത്തവർക്ക് അതിനനുസരിച്ച് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കുന്ന പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ജനറൽ സെറ്റിംഗ്സ് ജനറൽ സെൻസിറ്റിവിറ്റി 100 ആക്കി തന്നെ വെച്ച് കളിക്കാൻ ശ്രമിക്കുക. സോ 100 എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഓക്കെ. അതേ സമയത്ത് ഐഫോണിൽ അത്യാവശ്യം സെൻസിറ്റിവിറ്റി കൂടുതലുള്ള, അതിനനുസരിച്ച് നിങ്ങൾ കൈക്ക് സെറ്റ് ആകുന്ന രീതിയിൽ നിങ്ങൾ ആ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യണം. അതോടൊപ്പം DPI യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ DPI യൂസ് ചെയ്ത് ഒട്ടും സെൻസിറ്റീവ് ഇല്ലാത്ത ഫോണുകൾക്ക് മാത്രം DPI യൂസ് ചെയ്താൽ മതി. അതായത് ഒരുപാട് ഫോണുകളിൽ സെൻസിറ്റീവ് കാര്യങ്ങളൊന്നും കാണത്തില്ല. ആ സമയത്ത് നിങ്ങൾക്ക് DPI കാര്യങ്ങളൊക്കെ ഓണാക്കാൻ സാധിക്കില്ല. ഒരുപാട് DPI കുറിച്ച് നമ്മൾ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. സോ DPI എങ്ങനെ യൂസ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞുതരാം. സോ മറ്റൊന്നുകൊണ്ടല്ല, നമ്മുടെ ഇൻ ഗെയിമിൽ നമുക്ക് സെൻസിറ്റീവ് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല ഗൈസ്. നമ്മുടെ ഇൻ ഗെയിമിലെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതേ സമയത്ത് നമ്മൾ ഫോണിന്റെ ടോട്ടൽ ഒരു സെൻസിറ്റിവിറ്റി കാണും. സോ അത് ടോട്ടൽ ചേഞ്ച് ചെയ്യാണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ് DPI കാര്യങ്ങളൊക്കെ. സോ അത് വേണമെന്നുള്ള കൂട്ടം മാത്രം യൂസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതും അതോടൊപ്പം നിങ്ങളുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളൊരു സെൻസിറ്റിവിറ്റി കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. സോ രണ്ടാമത്തെ നോക്കാം. സോ രണ്ടാമത്തെ മറ്റൊന്നുമല്ല, സെറ്റിംഗ്സ് ആണ്. സോ സെറ്റിംഗ്സ് നിങ്ങളൊരു കറക്റ്റ് സെറ്റിംഗ്സ് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിരിക്കണം. സോ ഇപ്പൊ ഒരുപാട് കൂടുതൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന റേസിന്റെ ഹെഡ്ഷോട്ട് ട്രിക്ക് അല്ലെങ്കിൽ തന്നെ മറ്റൊരു പ്ലേയേഴ്സ് ഹെഡ്ഷോട്ട് ട്രിക്ക് എന്നൊക്കെ പറഞ്ഞ് സെറ്റിംഗ്സ് പറഞ്ഞ ശേഷം അവരുടെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലേ. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കറക്റ്റ് സെറ്റിംഗ് സെറ്റാക്കി എടുത്തതിന് ശേഷം ചില കൂട്ടർ വീഡിയോസ് കണ്ടതിന് ശേഷമായിട്ട് ഇപ്പോൾ 3 ഫിംഗർ കളിക്കാൻ പറഞ്ഞാൽ 3 ഫിംഗർ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. സോ അതായത് 2 ഫിംഗർ ചുമ്മാ പോയി 3 ഫിംഗർ കാര്യങ്ങൾ കളിക്കുന്നത്. സോ നിങ്ങൾ 3 ഫിംഗർ കളിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ 3 ഫിംഗറൊക്കെ കളിക്കാവൂ. സോ അല്ലെങ്കിൽ 2 ഫിംഗർ തന്നെ കളിക്കാൻ ശ്രമിക്കുക. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഫിംഗറും പറ്റുന്നത് 3 ഫിംഗറും ഇല്ലാത്തൊരു അവസരമായിട്ടായി പോകും. സോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സെറ്റാക്കി എടുത്തതിന് ശേഷം ആ ഒരു സെറ്റിംഗ്സ് പിന്നീട് ചേഞ്ച് ചെയ്യാതെ ആ സെറ്റിംഗ്സ് യൂസ് ആക്കി തന്നെ കളിച്ചുകൊണ്ടേ ഇരിക്കുക. ഇത് കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എപ്പോഴും നിങ്ങൾ സെറ്റിംഗ്സ് ഉള്ളപ്പോൾ സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഹെഡ്ഷോട്ട് കയറാൻ ചാൻസ് കുറയുന്നതായിരിക്കും. സോ ഒരു കറക്റ്റ് പ്രോപ്പർ സെറ്റിംഗ്സ് നിങ്ങൾ സെറ്റാക്കി എടുക്കുക. നിങ്ങൾ 2 ഫിംഗർ ആണോ 3 ഫിംഗർ ആണോ 4 ഫിംഗർ ആണോ കളിക്കുന്നത് ഉറപ്പായിട്ടും വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താ നമുക്ക് നോക്കാം. ഇനിയാണ് ഗൈസ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. സോ ഗൈസ് മൂന്നാമത് മറ്റൊന്നുമല്ല, ആക്യുറസി. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ആക്യുറസി ഉള്ള പ്ലെയറിന് മാത്രമേ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആക്യുറസി ഉദ്ദേശിച്ച് പറ്റുന്നില്ല നിങ്ങളുടെ എയിമിന്റെ പൊസിഷൻ എനിമിയുടെ ഏത് വശത്ത് ഇരിക്കുന്നു എന്നതാണ്. സോ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ കയറത്തുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇത് പല പൊസിഷനിലാണ് ഗൈസ് ഇരിക്കുന്നത്. സോ പല സാഹചര്യങ്ങളിലും പല പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ കയറത്തുള്ളൂ. സോ ഗൈസ് ഈ ആക്യുറസി പ്രോപ്പറായിട്ട് കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റിയും നിങ്ങളുടെ മൂവ്മെന്റ് സ്പീഡും കറക്റ്റ് ആയിരിക്കണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സോ ഗൈസ് ഒരു എരിഞ്ഞ് ഫയർ ചെയ്യുന്ന സമയത്താണ് സാധാരണ എയിം ബട്ടൺ സാധാരണ 5 സ്ഥലങ്ങളാണ് വരാറുള്ളത്. സ്ക്രീൻ കാണാൻ
സാധിക്കുന്നതായിരിക്കും. ഈ 5 രീതിയിലും വരുന്ന സമയത്ത് 5 രീതിയിലാണ് ഡ്രാഗ് കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതേക്കുറിച്ച് വീഡിയോസ് ഇനി വേണമെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ വീഡിയോ കമന്റ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ഇനി ഇതേപോലെ ചെയ്യത്തുള്ളൂ. സോ ഇത് 4ാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. സോ ഇത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഫയർ ബട്ടന്റെ സൈസ് പ്ലസ് പൊസിഷൻ അതെപ്പോഴും കറക്റ്റ് ആയിട്ട് ഒരു പൊസിഷൻ തന്നെ വെച്ചിരിക്കണം. സോ ഫയർ ബട്ടന്റെ സൈസും അവരുടെ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എപ്പോഴും പ്രോപ്പർ ആയിട്ട് ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ കയറത്തുള്ളൂ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഫയർ ബട്ടന്റെ സൈസ് അവരുടെ പൊസിഷൻ മാറ്റാൻ നിൽക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ഷോട്ട് കയറാനുള്ള ചാൻസ് എപ്പോഴും കുറവായിരിക്കും. സോ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെച്ച് ഒരു സൈസ് തന്നെ വെച്ച് എപ്പോഴും കളിച്ച് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്പീഡായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ സെറ്റിക്സിലെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ റെഡ് ലൈറ്റ് കത്തുന്ന ഭാഗത്തായിരിക്കണം മാക്സിമം ആ റെഡ് ലൈറ്റ് കത്തുന്ന ഭാഗത്തിന് ഏറ്റവും താഴെ ഒരു ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ബ്ലൂ ലൈറ്റിന്റെ ബ്ലൂ കളർ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അവിടെയായിട്ട് ആ ഒരു ഭാഗങ്ങളിലേക്ക് ആയിരിക്കണം മാക്സിമം നിങ്ങളുടെ ഫയർ ബട്ടന്റെ പൊസിഷൻ കൊണ്ട് വെക്കാനായിട്ട്. ഇത് കൂടാതെ മറ്റൊരു സാധനമാണ് ഗായ്സ് ഫയർ ബട്ടന്റെ സൈസ്. സോ ഒരു കാര്യം പറയട്ടെ, ചില ഫോണുകളിൽ ചെറുതായിരിക്കും, ചില ഫോണുകൾ വലുതായിരിക്കും. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ വലുപ്പം കൂടെ അനുസരിച്ച് മാത്രമേ നിങ്ങൾ ആ ഫയർ ബട്ടന്റെ സൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30 ലൈറ്റിനേക്കാൾ ഒരുപാട് വലുതാണ് 30 Pro Max ഒക്കെ. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫോണിന്റെ സൈസിന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ മൂവ്മെന്റ് സ്പീഡൊക്കെ കൂടുതൽ കാര്യം ചിലപ്പോൾ പെട്ടെന്ന് തള്ളവെള്ളം കൊടുത്ത് ഫയർ ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അതുകൂടെ നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു ഫയർ ബട്ടന്റെ സൈസ് കറക്റ്റ് ആയിട്ട് സെറ്റാക്കാൻ സാധിക്കത്തുള്ളൂ. എത്രത്തോളം ഫയർ ബട്ടന്റെ സൈസ് കുറയുന്നു അത്രത്തോളം ഹെഡ്ഷോട്ട് കയറാൻ ചാൻസ് കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ എത്രത്തോളം ഫയർ ബട്ടന്റെ സൈസ് കുറയുന്നു അത്രത്തോളം ഹെഡ്ഷോട്ട് കയറാൻ ചാൻസ് കൂടുതലായിരിക്കും. സോ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം. സോ ഗൈസ് അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ക്വിക്ക് സ്വിച്ച് വെപ്പേണ്ട ആ ഒരു യൂസാണ്. സോ ഗൈസ് ഇപ്പൊ ക്വിക്ക് സ്വിച്ച് വെപ്പണ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് കാര്യമായിരിക്കും പെട്ടെന്ന് ഹെഡ്ഷോട്ട് കയറാനാണ് പെട്ടെന്ന് ഗണ്ണ് സ്വിച്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഗൈസ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരിക്കലും പറയത്തില്ല. ഇത്രയൊക്കെയുള്ള ഗൈസ് ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയെന്ന് തോന്നുന്നു പറഞ്ഞപ്പോഴത്തേക്കും. സോ ഈ വീഡിയോ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഇതേപോലെ ടിപ്സ് ഒക്കെ വീഡിയോസ് ചെയ്യുന്ന. സോ അതുകൊണ്ട് മാക്സിമം എല്ലാ കൂട്ടും വീഡിയോ കണ്ടേഷൻ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. മാക്സിമം എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കും. സോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.